തൊട്ടതെല്ലാം പൊന്നാക്കിയ നടൻ പിന്നീട് സ്റ്റാർ ആകുന്നു, സൂപ്പർ സ്റ്റാർ ആകുന്നു. ഇപ്പോഴിതാ തമിഴകത്തെ മുഖ്യമന്ത്രി പദവി വരെ എത്തിയ വിജയുടെ ജീവിതം ഒരുപക്ഷെ പലർക്കും അറിയാവുന്നതാകും. എന്നാൽ വിജയ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ജോസഫ് വിജയ് എന്ന വ്യക്തിയുടെ മനസ്സിലെ ഒരു തീരാ ദുഃഖത്തെ പറ്റിയാണ് ഈ വാർത്ത. കുട്ടിക്കാലത്ത് സ്വതവേ അന്തർമുഖനായ കുട്ടിയായിരുന്നു വിജയ്. അമിതമായി സംസാരമില്ല, ആരോടും അങ്ങോട്ട് കയറി ഹലോ പോലും പറയില്ല. പക്ഷേ കുട്ടിക്കാലത്ത് സംഭവിച്ച ഒരു ദുരന്തം, ഒരു വേർപാട് ആ കുട്ടിയെ കൂടുതൽ ഉൾവലിഞ്ഞ പ്രകടനത്തിനുടമയാക്കി. വിജയുടെ എല്ലാമായ ഇളയ സഹോദരിയായിരുന്ന വിദ്യയുടെ വേർപാടായിരുന്നു പിന്നീട് ഇങ്ങോട്ട് എത്ര കാലം കഴിഞ്ഞിട്ടും വിജയുടെ മനസ്സിലെ ആ തീരാവേദന. സഹോദരിയെ ജീവനായിരുന്നു വിജയ്ക്ക്. തീരെ കുഞ്ഞാണെങ്കിലും അവൾ നന്നായി പാടുമായിരുന്നു. ഡേ അണ്ണ എന്നായിരുന്നു വിദ്യ ചേട്ടനെ വിളിച്ചിരുന്നത്. അന്ന് വിജയുടെ അച്ഛൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്യുന്ന ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്. പതിവ് പോലെ ഉച്ചഭക്ഷണത്തിന് വീട്ടിൽ വന്ന ശേഖർ മടങ്ങാനൊരുങ്ങുമ്പോൾ അച്ഛൻ പോകരുതേ എന്ന് പറഞ്ഞ് വിദ്യ ഉറക്കെ കരയാൻ തുടങ്ങി. അച്ഛൻ പോയിട്ട് വേഗം വരാമെന്ന് ശേഖർ ആകുന്നത്ര പറഞ്ഞു നോക്കിയിട്ടും വിദ്യ അത് സമ്മതിക്കാതെ കരച്ചിൽ തുടരുകയാണ്. സാധാരണഗതിയിൽ അങ്ങനെ ശാഠ്യം പിടിച്ച് പ്രശ്നമുണ്ടാക്കുന്ന ഒരു കുട്ടിയായിരുന്നില്ല വിദ്യ. അവളുടെ വിചിത്രമായ പെരുമാറ്റം ആ വീട്ടിലെ എല്ലാവരെയും ഒരേപോലെ അമ്പരപ്പിച്ചു. മകളെ സമാധാനിപ്പിക്കാനായി ശേഖർ കുഞ്ഞിനെ തൻ്റെ കൈകളിലെടുത്തതും വായിൽ നിന്ന് കുടുകുട ചോര ഒഴുകാൻ തുടങ്ങി. എന്താണ് സംഭവിച്ചതെന്നറിയാതെ ശേഖറും ഭാര്യ ശോഭയും പകച്ചു നിന്നു. ഡോക്ടറെ വിളിച്ചു വരുത്തിയെങ്കിലും രക്ഷിക്കാൻ കഴിയുന്ന ഘട്ടം കഴിഞ്ഞുപോയെന്ന് അദ്ദേഹം അറിയിച്ചു. മകളെ മടിയിലിരുത്തിയ അദ്ദേഹം ദൈവങ്ങൾക്ക് മുന്നിൽ വാവിട്ട് കരഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അച്ഛൻ്റെ മടിയിൽ കിടന്ന് ആ 2.5 വയസ്സുകാരി അന്ത്യശ്വാസം വലിച്ചു. കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നുവെന്ന് പിന്നീടാണ് സ്ഥിരീകരിച്ചത്. അന്നു മുതൽ ശേഖറിന്റെ മനസ്സിൽ ഒരാഗ്രഹം മുളപൊട്ടി. ഇനി ജീവിതത്തിൽ അവശേഷിക്കുന്നത് മകൻ മാത്രമാണ്. അവൻ പഠിച്ച് ഒരു ഡോക്ടറായി മകളുടെ മരണത്തിന് കാരണമായ രോഗം ബാധിച്ചവരെ ചികിത്സിച്ച് ഭേദമാക്കണം. അതിനായി ഒരു വലിയ ആശുപത്രി തന്നെ തുടങ്ങണം. എന്നാൽ മുതിർന്നപ്പോൾ മകന്റെ ലക്ഷ്യം മറ്റൊന്നാണെന്ന് തിരിച്ചറിഞ്ഞ ശേഖറിന് തുടക്കത്തിൽ നേരിയ പ്രയാസം തോന്നിയെങ്കിലും അതിനെ എതിർക്കാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. ചെറുപ്രായം മുതൽക്കേ വലിയ സ്വപ്നങ്ങൾ കാണുന്ന, വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ കൊതിക്കുന്ന മനസ്സായിരുന്നു വിജയുടേത്. എനിക്ക് രജനീകാന്തിനെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ ആകണമെന്ന് മകൻ പറഞ്ഞപ്പോൾ അതൊരു തമാശയായോ അല്ലെങ്കിൽ ഒരു കൗമാരക്കാരൻ്റെ അപക്വതയായോ അങ്ങനെയല്ല ചന്ദ്രശേഖർ അതിനെ കണ്ടത്, അദ്ദേഹത്തിന് തോന്നിയത്. വളരെ ചിന്തിച്ച് നിശ്ചയിച്ചുറപ്പിച്ച തീരുമാനത്തിൽ നിന്നുണ്ടായ നിശ്ചയദാർഢ്യമാണ് വിജയുടെ വാക്കുകളിൽ പ്രതിഫലിച്ചത്. ജീവിതത്തെ എന്നും ഗൗരവത്തോടെ കണ്ടിരുന്ന കൂട്ടത്തിലായിരുന്നു വിജയ്. തൻ്റെ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നിരന്തരം പ്രവർത്തിക്കാനുള്ള മനസ്സ് അവനുണ്ടായിരുന്നു. പറയുന്നതിലല്ല പ്രവൃത്തിയിലാണ് കാര്യമെന്ന് വിശ്വസിക്കുന്നതായിരുന്നു രീതി. അതേ പാതയിൽ തന്നെ മകന് വളരാൻ പിന്നീട് അങ്ങോട്ട് തോളോട് തോൾ ചേർന്ന് നിന്നതും അച്ഛൻ ചന്ദ്രശേഖർ തന്നെ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിൽ നിന്ന് ഇന്ന് തമിഴകത്തെ മുഖ്യമന്ത്രി കസേര വരെ വളർന്നു ആ വിജയം. എന്നാൽ ആ ജയത്തിന്റെ നിറകിൽ നിൽക്കുമ്പോഴും ഒരു വിങ്ങലായി വിജയെ പിന്തുടർന്നു അനുജത്തിയുടെ നഷ്ടം. വിജയ്ക്ക് വെറും 8 വയസ്സുള്ളപ്പോഴാണ് 2 വയസ്സ് മാത്രം പ്രായമുള്ള അനുജത്തി വിദ്യ വിട്ടുപോയത്. അനുജത്തിയുടെ വേർപാടോടെ വിജയ് വല്ലാത്ത മാനസികമായ പ്രയാസത്തിലായി. പിന്നീട് കൂടുതൽ ഉൾവലിഞ്ഞ ഒരു വിജയാണ് എല്ലാവരും കണ്ടത്. അന്നു മുതൽ ഇന്നോളം ആ ഓർമ്മകളിൽ നിന്ന് അദ്ദേഹം മോചിതനായിട്ടില്ല. ആദ്യമായി ഒരു കാർ വാങ്ങിയപ്പോൾ അദ്ദേഹം വിദ്യയുടെ ജനനത്തീയതിയാണ് നമ്പറായി നൽകിയത്. പിന്നീട് ഓരോ കാറുകൾ വാങ്ങുമ്പോഴും ഈ രീതി ആവർത്തിച്ചു. ഇന്നും ആ ശീലത്തിന് യാതൊരു മാറ്റവുമില്ല. വിദ്യ ജനിച്ചത് 14/2/77 അതായത് 1977 ഫെബ്രുവരി 14 ആയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ വാഹനങ്ങളിൽ പോലും ഇതിലെ മാസവും വർഷവും ചേർത്ത 0277 എന്ന നമ്പറാണ് വിജയ് തൻ്റെ വാഹനങ്ങൾക്ക് നൽകിയത്. തനിക്കൊരു മകൾ ജനിച്ചപ്പോൾ വിദ്യയുടെ ഓർമ്മയ്ക്കായി ആ പേരിനോട് സാമ്യമുള്ള ഒരു പേരാണ് ആ കുട്ടിക്ക് വിജയ് ഇട്ടത്. ദിവ്യ എന്നായിരുന്നു ആ പേര്. അങ്ങനെ എത്ര വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടും വിജയുടെ മനസ്സിലെ തീരാ നോവാണെന്നും കുഞ്ഞനുജത്തിയായ വിദ്യ.